സെക്രട്ടേറിയറ്റ് വളപ്പിൽ മരം ഒടിഞ്ഞു വീണു. കന്റോൺമെന്റ് ഗേറ്റിന്റെ വളപ്പിൽ നിന്ന മരമാണ് ഒടിഞ്ഞു വീണത്. ഫയർഫോഴ്സ് എത്തി മരം വെട്ടിമാറ്റി. അപകടമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. 3:15 സെക്രട്ടേറിയറ്റ് വളപ്പിലെ ഈ മരം ഒടിഞ്ഞു വീണത്. സെക്രട്ടേറിയറ്റിന്റെ കന്റോൺമെന്റ് ഗേറ്റിലാണ്. അതിനോട് ചേർന്ന് നിൽക്കുന്ന ആ വലിയ മരത്തിന്റെ ഒരു ഭാഗമാണ് ഒടിഞ്ഞ് ഈ പുറത്തേക്ക് റോഡിലേക്ക് വീണത്. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആ മരം മുറിച്ച് പുറത്തേക്ക് വീണ മരം മുറിച്ച് നീക്കുകയാണ്. ഇത് ഒരു പ്രധാനപ്പെട്ട സെക്രട്ടേറിയറ്റിലേക്ക് കടക്കുന്ന പ്രധാനപ്പെട്ട കവാടമാണ്. ഇതുവഴിയാണ് മന്ത്രിമാരും മറ്റുള്ളവരുമൊക്കെ ഈ സെക്രട്ടേറിയറ്റിലെത്തുന്ന സന്ദർശകരുമൊക്കെ കടന്നു പോകുന്നത്. പക്ഷേ വലിയ അപകടങ്ങളൊന്നും ഉണ്ടായില്ല. ഈ സമയത്ത് ആരുടെയും ശരീരത്ത് മരം വീണില്ല എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. യഥാർത്ഥത്തിൽ കുറച്ചു മുമ്പ് ആദ്യം തന്നെ ഒരു ചെറിയ പൊട്ടലും ചീറ്റലും കേട്ട് ഇവിടെ നിന്ന് പോലീസുകാർ പെട്ടെന്ന് തന്നെ ഓടി ഈ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറിയിരുന്നു. അവർ എന്ത് ചെയ്തു? പോലീസുകാർ ഇടപെട്ടു. ഇവിടെ നിന്ന് വരുന്ന വാഹനങ്ങൾ അപ്പോൾ തന്നെ തടഞ്ഞു. ഉടൻ തന്നെയാണ് ഇത് പൊടിഞ്ഞു വീഴുന്നത്. യഥാർത്ഥത്തിൽ ആ ഒരു നടപടി ഉണ്ടായിരുന്നില്ലെങ്കിൽ വലിയൊരു ദുരന്തം ഉണ്ടാകുമായിരുന്നു. ഇതിനു മുമ്പും കാറ്റത്ത് മഴയത്ത് ഇതിൻ്റെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീണിട്ടുണ്ട്. കൃത്യമായൊരു മുൻകൂർ നടപടി മുൻകരുതൽ എന്ന നിലയിൽ എടുത്തിരുന്നു എങ്കിൽ ഈ ഒരു ദുരന്തം ഉണ്ടാവില്ലായിരുന്നു. നിങ്ങൾ അങ്ങോട്ടൊന്ന് നോക്കൂ. ആ മരം ഏത് നിമിഷം വേണമെങ്കിലും വീഴാവുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. അതിനുവേണ്ടി ഞങ്ങൾ നിരവധി പരാതി പോലീസിൽ കൊടുത്തിട്ടുണ്ട്. പോലീസ് കൈയൊഴിഞ്ഞിട്ടുണ്ട്. വനം വകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്. വനം വകുപ്പ് പറയുന്ന വൃക്ഷസ്നേഹികളാണ് ഇതിന് പിന്നിലുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞത് ഈ മരത്തിൻ്റെ കാര്യമാണ്. ഈ മരം ഇവിടെ ഒരു ഭാഗം ഉണങ്ങി നിൽക്കുകയാണ്. ഇത് നിരവധി തവണ പറഞ്ഞിട്ടും അത് മുറിച്ചു മാറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അത് എപ്പോൾ വേണമെങ്കിലും നിലം പൊത്താം. ഒരുപക്ഷെ ഇതുപോലെ ഈ ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അത് മറിഞ്ഞു വീഴുകയും ഒരു അപകടം ഉണ്ടാവുകയും ചെയ്യുന്നത്. അതിൻ്റെ താഴ്ഭാഗം നോക്കൂ. താഴ്ഭാഗം മുഴുവൻ ഒരു ദ്രവിച്ച് പോയ അവസ്ഥയിലാണ്. ചെറിയൊരു ഭാഗം മാത്രമാണ് ഭൂമിയിൽ മുട്ടി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു അപകടാവസ്ഥയിലാണ്. സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ആണ് ഈ സ്ഥിതിയെന്ന് ആലോചിക്കണം. ഒപ്പം തന്നെ സെക്രട്ടേറിയറ്റിൻ്റെ ചുറ്റും കുറേയധികം മരങ്ങളുണ്ട്, നല്ലതാണ്. പക്ഷേ ഇതുപോലെ കാറ്റും മഴയും ഒക്കെ വരുന്ന സമയത്ത് അത്തരം കാലാവസ്ഥാ മാറ്റങ്ങൾക്ക് മുൻപ് മുന്നൊരുക്കങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരുടെ ആവശ്യം. സെക്രട്ടേറിയറ്റും പഴയ കെട്ടിടമാണ്. ചുറ്റുമുള്ള ഇപ്പോൾ കന്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനാണ് തൊട്ട് മുമ്പിലുള്ളത്. അവിടെയും പഴയ കെട്ടിടങ്ങൾ ഉണ്ട്. അപ്പം ഇതുവഴി നിരവധി വാഹനങ്ങൾ പോകുന്നതാണ്. ആ സമയത്തൊക്കെ വൃക്ഷത്തിൻ്റെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീഴുകയൊക്കെ ചെയ്താൽ അത് അപകടമാകും. അത്തരമൊരു വലിയ അപകടത്തിൽ നിന്നാണ് തൽക്കാലം ഭാഗ്യത്തിന് എല്ലാവരും രക്ഷപ്പെട്ടത്. ഏതായാലും കന്റോൺമെൻറ്റ് ഗേറ്റിന് മുന്നിൽ ഒടിഞ്ഞു വീണ ആ മരത്തിൻ്റെ ശിഖരങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും നീക്കം ചെയ്തു കഴിഞ്ഞു.